ഹലോ ഫ്രണ്ട്സ്, ഇതൊരു അവധി ദിവസത്തിലെ കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളിന്ന് പോകുന്ന സ്ഥലം ഈ ഏരിയ കണ്ട ചിലർക്കൊക്കെ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കേട്ടോ. അപ്പം ഇന്ന് ഒരു അവധി ദിവസമായപ്പോൾ ഞങ്ങൾക്കൊരു മോഹം, ഫിഷ് എന്തെങ്കിലും മേടിച്ച് കറി വെച്ചാലോ എന്ന് കേട്ടോ. ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തു നമ്മൾ റോഡിലുള്ള ഈ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഫിഷ് മാത്രമല്ല, മീറ്റും വെജിറ്റബിൾസും ഫ്രൂട്ട്സിനും ഒക്കെ സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. പലതരം വെറൈറ്റീസ് എന്ത് വേണേലും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന മീറ്റ് സെഷനിലേക്കാണ്. അപ്പോൾ മീറ്റ് സെഷനിൽ കുറേ തരം വെറൈറ്റീസ് മീറ്റ് ഉണ്ട് കേട്ടോ. പോർക്ക് മാത്രം കാണാൻ ചാൻസ് കുറവാണ്, എനിക്കറിയില്ല. നമ്മളിവിടെ കണ്ടോ കുറേ ഐറ്റംസ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെഡി ടു ഫ്രൈ ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം മേടിക്കുക, നേരെ പോയി വറുക്കുക, അത്ര തന്നെ. അപ്പോൾ നമ്മൾ മീറ്റ് സെഷനിലേക്കല്ല, നമ്മൾ ഫിഷ് മേടിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഷിൻ്റെ സെഷനിലേക്ക് പോകാം. കണ്ടോ, ഇത് ഞങ്ങളുടെ ഒരു സ്പോട്ടാണ്. ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആരാണ് വന്നിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫിഷ് മേടിക്കാൻ പോവാണ്. നമ്മുടെ ഉണ്ടോ ഞണ്ട് നോക്കി, നമ്മുടെ നാട്ടിലെ ഞണ്ടിനൊക്കെ പോലെ ഇല്ലേ, നാട്ടിലെ ഞണ്ടാണെന്നാണൊക്കെ ഇവർ പറയുന്നത്. മീൻ മുട്ടയൊക്കെ ഉണ്ട്, അയല, ചെമ്മീൻ, കൂട്ടത്തിൽ ഏറ്റവും വലിയ ഞണ്ടാണ് കേട്ടോ ഇത്. അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പോകുന്ന ചെമ്മീൻ സെഷനിലേക്കാണ് കേട്ടോ. ചെമ്മീൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയിൽ അടുക്കി വെച്ചേക്ക് നോക്കിയേ. ഇതവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഹമ്മൂറാണേ. ഈ മീനിൻ്റെ പേര് എനിക്ക് വലിയ പിടിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. കണ്ടോ, ഹമ്മൂർ ഇവിടെ അടുക്കി വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ മസാലയൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ മാരിനേറ്റ് ചെയ്ത് എയർടൈറ്റ് ചെയ്ത് വെച്ചാൽ ഫിഷും കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഷാർക്ക്, വലിയ ഷാർക്കാണ് കേട്ടോ. ഷാർക്കിനെ കണ്ടപ്പോൾ ആരും കൊണ്ടും കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കൂന്തൽ സെഷനിലേക്കാണ്. കൂന്തൽ മാത്രമല്ല കേട്ടോ, എല്ലാ മീനും അതിനകത്തുണ്ട്. അപ്പോൾ അവിടുന്ന് അടുത്തത് ഉണക്കമീൻ സെഷനാണ് കേട്ടോ. ഉണക്കമീൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കൊണ്ടുവന്നതുകൊണ്ട് ആ സെഷനിലേക്ക് അധികം നോക്കിയില്ല. അപ്പോൾ നമ്മൾ അടുത്തതൊക്കെ ഇതാണ് നമ്മൾ മേടിക്കാൻ വന്ന ഐറ്റം കേട്ടോ. ഇതിൽ ഹമ്മൂറിൻ്റെ തലയുണ്ട്, ചൂരത്തലയുണ്ട്. അപ്പോൾ നമ്മൾ ഹമ്മൂറൊക്കെ വെയിറ്റ് നോക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ ചൂരത്തലയിൽ മേടിക്കുള്ളൂ. കാരണം ഞാൻ ചൂരയെ കഴിക്കത്തുള്ളൂ കേട്ടോ. ഒരു 5 കിലോ വരുന്ന ചൂരയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടെന്ന്. കണ്ടോ, ഇവിടെ വന്നാൽ ഇതുങ്ങൾ അടക്കിയിരുത്താനായിട്ട് അത് മാത്രമേ ഉള്ളൂ. ഞണ്ടൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നും മണത്ത് നോക്കി വാങ്ങിക്കുന്നുണ്ട്. വാട്ടറാന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ എനിക്ക് ഇതിൻ്റെ ഐറ്റംസ് ഒന്നും വലിയ പിടിയില്ല. ഇവിടെ തന്നെ ഇവർ വൃത്തിയാക്കി തരുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട മീൻ ഏതാണെന്ന് മേടിച്ചാൽ നമ്മൾ അവിടെ കൊടുത്താൽ അവർ നമുക്ക് അപ്പം തന്നെ ക്ലീനാക്കി തരും. അപ്പോൾ നമ്മളോട് ചോദിക്കും ഏതാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, ഗ്രില്ല് ചെയ്യാനാണോ, കറി വയ്ക്കാനാണോ, ബിരിയാണി വയ്ക്കാനാണോ, വലുതാണോ, മീഡിയമാണോ, സ്മോളാണോ, ഏത് സൈസാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് നമുക്ക് വെട്ടിത്തരും. നോക്കിയേ, ആ തലയിലുണ്ടായിരുന്നൊരു മാംസം കണ്ടോ, ഞാൻ ആകെ കണ്ണും തള്ളി നിൽക്കുവാണ്. ഇതാണ് നമ്മൾ മേടിച്ച ചൂരത്തല കേട്ടോ. ഒരു ശേരി എന്ന് പറഞ്ഞിട്ടൊരു മീനും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മളോട് ചോദിച്ചായിരുന്നു ഏത് സൈസിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മീഡിയം സൈസൊക്കെ മതി എന്നിട്ട് പുള്ളിക്കാരൻ അതേപോലെ വെട്ടിയാണ് നമുക്ക് വൃത്തിയാക്കി തന്നത് കേട്ടോ. നമ്മളിത് കണ്ട സാധനമൊക്കെ മേടിച്ച് നമ്മൾ പോവുകയാണ്. ഇവിടെ തന്നെ ഇവർ നമുക്ക് മാരിനേറ്റും ചെയ്ത് ഫ്രൈയും ചെയ്ത് തരുന്നൊരു സെക്ഷനും കൂടെ ഉണ്ട്. നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് മാരിനേറ്റ് മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവിടെയാണെങ്കിൽ പെർ kg 14 dirhams ആവും, പുറത്തുള്ളൊരു കടയിലാണെങ്കിൽ 4 dirhams ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആ കടയിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വേണ്ട. അപ്പോൾ ഇവർ ഏത് മസാലയൊക്കെ വേണമെന്ന് വെച്ചാൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലയൊക്കെ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരന് അവരുടെ സ്പെഷ്യലായിട്ടുള്ള സ്പൈസി മസാലയാണ് ഈ എടുത്ത് നമ്മുടെ ഫിഷിൽ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്തുവെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്നത് ഇച്ചിരി പ്രശ്നമാണ് ഇവിടെയൊക്കെ. അങ്ങനെ മാരിനേറ്റ് ചെയ്ത ഫിഷും മേടിച്ചു, ബില്ലും കൊടുത്തു. നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഞണ്ടും ശരിയും തലക്കറിയും ഒക്കെ ആയിട്ട് ഇന്ന് അടിപൊളിയാക്കും. കുക്കിങ്ങൊക്കെ മൊത്തം ഉണ്ണിച്ചേട്ടൻ ഏറ്റെടുത്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ശനിയാഴ്ച ദിവസം ഇത്രയൊക്കെയേ ഉള്ളൂ. ശരി, ബൈ.